ചാർജിലിട്ടോ. ഇന്നത്തെ പൂരി നല്ല അടിപൊളിയാട്ടോ. പൂരി തന്നൂലല്ലോ. ഇന്നത്തെ പൂരിന്റെ നിങ്ങൾ എല്ലാ ദിവസവും അങ്ങനെ പറഞ്ഞ പൂരി തീറ്റിപ്പിക്കലില്ലേ? ഇത് ഞാൻ കണ്ടിട്ടല്ല, അതായി കറി ഞാൻ അത് കണ്ടിട്ടല്ല. അങ്ങോട്ട് നോക്കിയൊക്കെ കാണുമ്പോ തന്നെ അങ്ങോട്ട് നോക്കിയൊക്കെ എന്ത് ഒരു പ്രത്യേക കിഴങ്ങ് കറി. കിഴങ്ങ് നല്ല സുഖമുള്ള സ്പോഞ്ച് പോലെയാണ്. ക്രഞ്ചി പോലെയാണ് പറയണത്. ക്രഞ്ച് സ്പോഞ്ച് തീർച്ചയായും അത് കണ്ടു. അടിപൊളി കാണുമ്പോഴല്ല തിന്നുമ്പോൾ എനിക്ക് കണ്ടാ മതി. എനിക്ക് തിന്ന് നോക്കണമെന്നില്ല. ഇത് രസമുണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം തൊട്ടതിന്റെ ശീലം എപ്പോഴും മാറിയിട്ടില്ലോ. കയ്യുള്ളി കയ്യുള്ളിയല്ലേ ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കല്ലേ. നേരെ പിടിക്കാൻ പോലെ. അപ്പൊ തിന്നൂലേ? പിന്നെ സ്കൂൾക്കും കൊണ്ടേക്കാം. രാത്രിക്കും പൂരി മതി. ഞാൻ വെറുതെ തിന്നൂലല്ലോ, അതാണ് ഞാൻ. നല്ല കറിയുണ്ട്, പൂരിയുണ്ട്, എന്നിട്ട് ഇവിടെ അടിക്കണ സാധനമുണ്ട്. എന്തായാലും താമർത്തന സാധനം ഉണ്ട് പോലെ. ഇതെന്താണു ഇതിനൊന്നും എന്താ ഞാൻ വിചാരിച്ചൊന്നുമില്ല, വെറുതെ നിങ്ങൾ മുക്കണുണ്ട്. അത് പാത്രത്തിലാണ് നേരെ കാണായിട്ട് നല്ല മുക്കണുണ്ട്. അപ്പൊ ഇവന്റെ ആഗ്രഹം നമുക്ക് ഒന്നുകൂടെ വന്നാ ഓഫാക്ക്. രാവിലെ എന്താന്ന് അറിയാം ഉമ്മ, നമ്മൾ ടീവിന്റെ ഒപ്പം ഇല്ലേ PS4 ഇല്ലേ, മറ്റേ GTA CD ഇട്ട് കളിക്കണം. വേറെ എവിടുന്നേലും ഗെയിം ആയിട്ട് കളിച്ചാ പോരെ? എവിടുന്നേലും എനിക്ക് പെരയില് കളിക്കണം. അപ്പൊ ഡെയിലി ഉപയോഗിക്കൂലേ? ഡെയിലി ഞാനൊരു കാര്യം പറയട്ടെ, പരീക്ഷ കഴിഞ്ഞിട്ടോ മതി. എനിക്ക് കളിക്കും ചെയ്യാ, മദർസ അല്ല, അപ്പൊ ഇരുന്ന് കളിക്കാലോ. ഓക്കെ. ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം രാവിലത്തെ പൂരിയുടെ 4 ഉരുള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ പൂരി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടോ. നല്ല പൊള്ളച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നോമ്പല്ലേ ഏതായാലും, അപ്പോൾ ഇതിന് 4 ഉരുളെടുത്തേക്കാന്ന് വിചാരിച്ച്. ഏകദേശം ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും 6:30 ആവുമല്ലോ ഇതിന്, 6:30 ആവുമല്ലോ ബാങ്ക് കൊടുക്കാനായിട്ട്. 6:30 ആവണ്ട, അതിന് മുമ്പേ ബാങ്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് അതൊന്ന് പൊരിച്ചെടുക്കും വേണം. പിന്നെ ഞാൻ പൂളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂളക്കിഴങ്ങ് വെച്ചപ്പോൾ എനിക്ക് കൂടുതൽ വേവുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ ഒരുപാടൊന്നും വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവില്ലേ, ഒരു കടുകടേനെ അങ്ങനെയാണ് പറയുക. അമ്മ ഇവിടെ അങ്ങനെ പറയൽ, കടുകടേനെ അങ്ങനെയാണ്. അപ്പം ഞാൻ അതൊന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് കടുക് പൊട്ടിച്ചേക്ക്, പിന്നെ കടുക് ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ള പൂളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനാണെങ്കിൽ നല്ല വേവും വേണമല്ലോ. അപ്പം ഇമ്മാക്കാണെങ്കിൽ പിന്നെ കടുക് പൊട്ടിക്കുന്നത് ഇഷ്ടമല്ല, നല്ല വെന്ത് പോവുകയും ചെയ്യരുത്, അങ്ങനെ ആവും വേണം കേട്ടോ. അപ്പം അത് കരുതി ഞാൻ പിന്നെ പൂളക്കിഴങ്ങ് 2-3 വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ടിട്ട്. പക്ഷെ അത് ആയില്ല കേട്ടോ. പിന്നെ ഒന്നും കൂടി വേവേണ്ടി വന്നിരുന്നു, കാരണം നല്ല പൊടിയുള്ള കിഴങ്ങാവുകൊണ്ട് ഒന്നും കൂടിയൊക്കെ വേവേണ്ടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അത് ഒന്ന് പിന്നെ വേവിച്ചെടുക്കും വേണം, ഒന്ന് കടുക് പൊട്ടിക്കും വേണം. അപ്പം എന്നാൽ ഈ തുണികളൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഇന്ന് ഇക്കാക്ക വരും ചെയ്യും. അപ്പോൾ ഈ തുണികളൊക്കെ മടക്കി
വെച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് ഇറങ്ങാമല്ലോ. പിന്നെ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ തീരെ വെയ്ക്കൂല കേട്ടോ, തീരെ വെയ്ക്കൂല. നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടുണ്ടാവും. ചിലപ്പോൾ തലവേദനിക്കും. കുറേ ദിവസത്തിന് ശേഷമൊക്കെ നോമ്പെടുക്കല്ലേ, അപ്പോൾ തലയൊക്കെ വേദനിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. ഈ തുണികൾ മടക്കി വെക്കുന്ന ടാസ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര തിരുമ്പിയാലും കുഴപ്പമില്ല, എന്താണ് മടക്കി വെക്കുമ്പോൾ ദേഷ്യമാണ്. അതങ്ങനെ ഒരു മുക്കിലങ്ങനെ കൂട്ടിയിടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആ കൂട്ടത്തിൽ പെട്ട ഒരാൾ തന്നെയാണ് കേട്ടോ ഞാനും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കാക്ക വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് മടക്കി വെക്കണത്, അല്ലെങ്കിൽ ഇനി ചീത്ത പറയാമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഓല് വരുന്ന സമയത്ത് ഈ റൂമൊക്കെ അലങ്കോലായി കിടക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ. അങ്ങനെ അതുകൊണ്ട് മാത്രം. കാരണം ഇക്കാക്ക ഞായറാഴ്ച രാവിലെ പോയത്, അപ്പോൾ 2-3 ദിവസത്തെ തുണി ഉണ്ട് കേട്ടോ അതിൽ. എനിക്ക് ഭയങ്കര മടിയാച്ച്. പിന്നെ 2 ദിവസം കല്യാണം, ഒരു ദിവസം ശനിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോയി, അപ്പം അന്ന് പറ്റിയില്ല. പിന്നെ ഞായറാഴ്ച കല്യാണം, എന്നാലും ഒഴിവ് ഉണ്ടായിരുന്നു കേട്ടോ. മടക്കി വെക്കാനുള്ള മടി കാരണം അങ്ങനെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം എന്ത് വെള്ളം ഉണ്ടാക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണത്. കാരണം പൊതുവേ ഞാൻ ഇങ്ങനെ കരുതും, ഉമ്മാക്ക് ഷുഗറുണ്ട്, ഉപ്പാക്ക് ഷുഗറുണ്ട്, താത്താക്ക് വരെ ഷുഗറുണ്ട്. അപ്പോൾ മധുരം ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മധുരം തന്നെ, ആ വെള്ളം ഇല്ലാതെ എനിക്ക് പറ്റൂല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കും, ആ വെള്ളം പിന്നെ അത് അസുഖം വരുന്ന വരെയെങ്കിലും നമുക്ക് മധുരമുള്ളത് കുടിക്കുക, അല്ലെങ്കിൽ മധുരമുള്ളത് കഴിക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസമൊക്കെ ചായ ഒഴിവാക്കും. പക്ഷേ എനിക്ക് മധുരത്തിനോട് ഭയങ്കര താല്പര്യം. ഈ ഷുഗർ വരുന്നവർക്ക് ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ, ഷുഗർ വരുന്നവർക്ക് ഈ മധുരത്തിനോട് നല്ല താല്പര്യം ഉണ്ടാവുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒക്കെ അധികം ടെൻഷനാണ് കേട്ടോ ഈ മധുരം കഴിക്കുമ്പോൾ. അപ്പോൾ ചായ ഉണ്ടാക്കണോ വെള്ളം ഉണ്ടാക്കണോ എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ എന്താണ് ചെറുനാരങ്ങ ഉണ്ട്, അപ്പോൾ ചിലപ്പം ചെറുനാരങ്ങയായിട്ട് ഒരു വെള്ളം ഉണ്ടാക്കണം. എനിക്കതാണ് ഏറ്റവും പ്രിയം. ചെറുനാരങ്ങയിൽ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുടിക്കുമ്പോൾ അത് പ്രത്യേക രസമാണ് കേട്ടോ. ഞാൻ ഉച്ച സമയത്തൊക്കെ, നോമ്പില്ലാത്ത സമയത്തൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. കാരണം ഒരു 11 മണി സമയത്തൊക്കെ ഇങ്ങനെ മധുരമുള്ളത് കഴിക്കാൻ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ആദ്യമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു, ഇപ്പം അത്ര തന്നെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഓരോ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി വെക്കുകയോ മീൻ പൊരിക്കുകയോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കൂല. ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിനെ കഴിക്കാതെ കോട്ടുവായൊക്കെ വരുന്നുണ്ട് നോമ്പായിട്ടതുകൊണ്ട്. അപ്പം ഈ സുന്നത്ത് നോമ്പിന് ഇങ്ങനെയാണെങ്കിൽ, കടലുള്ള നോമ്പിന് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫറു നോമ്പിന് എങ്ങനെയായിരിക്കും അല്ലേ? അങ്ങനെയാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. ചായ വെച്ചോണോ, ഇതിന്നെ സഹായിക്കില്ല. സമയം 6 മണിയായി. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തിന്നണം നോമ്പറക്കുമ്പത്തിന്. ഞാൻ ഭൂരി ഉണ്ട്, അത് പൊരിക്കട്ടെ. അങ്ങോട്ട് കൊണ്ടോ. ഇതിവിടെ ആകുമ്പോൾ ഇവിടെ എല്ലാം തന്നെ സ്പേസ് ഇല്ലേ മിന്നോ? ആ എവിടെ ആയാലും ഇത് ഞാൻ അങ്ങോട്ട് ഇരുത്തി തരാം എന്നെ, ഇങ്ങോട്ട് ഇരുത്തി തരാം. അമർത്തി തരണ്ട. എന്ത് പണിയാ തനിക്ക് തരുക? എന്താ പണി തരണ്ടേ? ഉള്ളി തക്കാളി അരി തന്നാലോ? പെരുണ്ടാക്കാൻ തന്നാലോ? എന്ത് പെരി ഉണ്ടാക്കുക? കേബേജ് ഉണ്ടോ? വാട്ട് പറയൂ.
വേണ്ടത് എന്തേലും പണി പറഞ്ഞിട്ടുണ്ട് എന്താ അവിടുന്ന് ഒരു പ്ലേറ്റ് എടുക്കേക്ക് ഭൂരി ഇങ്ങനെ പൊരിച്ചിടാൻ പൊരിച്ചിടാന് ഒരു പ്ലേറ്റ് എടുക്ക ഇങ്ങനത്തെ അല്ല അതിന് മതി എണ്ണ ചൂടായതാവുമ്പോ ഇങ്ങനത്തെ പണിയല്ല പിന്നെ എങ്ങനത്തെ പണിയാ കൊച്ചേ ആരെങ്കിലും എന്തേലും ഒരു പണി കൊടുത്താല് പേര് റയാമറിയം പഠിപ്പ് +2 അല്ല സോറി +2 അല്ല പഠിപ്പ് ഇത് എത്ര UKG മദർസിൽ 2 വിദ്യാഭ്യാസം വലിയ തിരക്കടില്ല എന്നാ മാർക്ക് ഫുള്ള് ഉണ്ടാവും ചെയ്യും 50 48 അങ്ങനെയുള്ള മാർക്കൊക്കെ കാരണം എന്തേലും പണി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടിട്ടോ എന്താണെങ്കിലും വിളിച്ചവളുണ്ട് പൈസ കൊടുക്കണം കേട്ടോ വെറുതെ വിളിച്ചിട്ട് കളിയാക്കരുത് എന്റെ കുട്ടീനെ അല്ലേ നല്ല ജോലി ആയിരിക്കണം കേട്ടോ വല്ല എഞ്ചിനീയർ ആയിട്ടോ പിന്നെ വല്ല നേഴ്സ് അങ്ങാ പിന്നെന്താ വേണ്ടാണ് അടുക്കളയത്തെ പണി എടുക്കണ്ട അടുക്കളയത്തെ പണിയല്ലേ അതൊന്ന് അതൊക്കെ തന്നെ തിരക്കട് ഉള്ളി അരിയപ്പില്ല ചായക്ക് വേണ്ടേ അപ്പൊ ഞാൻ ചായ കുടിക്കാതെ നോക്കുകയാണ് എനിക്ക് ചായ എന്റെ ഭൂരി പൊള്ളത്തിക്കണുണ്ടോ ഭൂരി കാണണോ ഭൂരി ഞാന് ഒരു പപ്പടത്തിന്റെ മതി ഏർവാടി പോയ സമയത്താണ് ഇങ്ങനത്തെ ഭൂരി ഉണ്ട് നിജാത്താക്ക് ഉപ്പ് കുറച്ച് പൂരി നല്ല കൂടിക്കണല്ലേ പൊള്ളക്ക് വണ്ടിക്കും അടിപൊളിക്കണം ഇത് വെറും കട്ടൻ ചായ മാത്രം മതി എന്നാൽ തന്നെ ഇത് നല്ല രസമുണ്ടാവും കട്ടൻ ചായ നമ്മൾ ഉണ്ടാക്കി വെച്ചിക്കണു അവർക്ക് വേണ്ടതേ വേണ്ട അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അതാണ്ടൊക്കെ ആക്കിലേശം മതി എന്നത് കഴിയട്ടത് കഴിയട്ടെ ഒരു മിനിറ്റ് ഒന്നുമല്ല എനിക്ക് നാരങ്ങ ഉണ്ടാക്കി തന്നെ കയ്യർ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ ഉണ്ടാക്കി തരാണ്ട് നിന്റെ കുട്ടി ഉണ്ടാക്കി തരും അല്ല പിന്നെ വെറൈറ്റി ഉണ്ടാക്കണ്ടേ അമർ വേണ്ട അത് പൊള്ളച്ച് നിക്കണം ഈ പൊള്ളച്ച് നിക്കണത് ഭയങ്കര സൂരി പൊള്ളക്കൽ വാട്ട് പറയാൻ പറ്റൂല പിന്നെന്താ പറഞ്ഞോ അല്ല പറഞ്ഞോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഓല് കേട്ടാ കുഴപ്പമൊന്നുമില്ല ഞാനത് പറയാൻ പാടില്ല വാവായിട്ടുള്ള പൂരികൾ പൂരി നീ എങ്ങോട്ടാ നോക്കണേ നിനക്ക് ആരില്ല നീ മാത്രമേ ആ മറ്റേ പാട്ട് പഠിക്കാം മറ്റേ പാട്ടില്ലേ ചേച്ചി ഏത് പാട്ടാ പിന്നെ ഒരു പാട്ട് പാടിയുന്നില്ല അത് ആ പാട്ടൊന്ന് പാടിക്കാം ആ മറ്റേ പാട്ട് എന്താണ് പിന്നെ കൊഞ്ഞു ആ പാട്ട് ഏതാണ് ആ ബന്റെ ആ ഷോർട്സിലില്ലേ എന്നിട്ട് ഇങ്ങനെ പാടിയിരുന്നില്ലേ
അല്ല, ഈ ഒരു സാധനല്ലേ, ഇത് ഇങ്ങനെ പിടിക്കണം. പൊടിക്കലെങ്ങനെ വെക്കുക, എന്നിട്ട് മുറിക്കുക. അനക്ക് പണിയല്ലേ വേണ്ട, മുറിച്ചൂടാ അങ്ങോട്ട്. ഞാൻ മുറിച്ചേറ്റേ കുടിക്ക, എൻ്റെ അയിമ കൂടെ മുറിക്കും. ഞാനൊന്ന് കുറച്ച് മുറിച്ചു തരാം, ബാക്കി മുറിച്ച പിടിക്ക്, ഇങ്ങനെ പിടിക്ക്. ആ മുറിക്ക്. കൈമ തട്ടണ്ട, കൈമ തട്ടണ്ട. ഓക്കെ, ഇത് പിഴിയണം. ആദ്യം നാരങ്ങ പിഴിയാം. ഇതിപ്പോൾ കുടിക്കണം കേട്ടോ, കൈ നല്ലതാണ്. കുക്കർ വിസിലടിക്കുന്നുണ്ട്. അല്ലാതെ കുക്കർ വിളിക്കല്ലോ. മതി, കയറുന്നില്ലേ? അലജ് ഉണ്ടാക്കിയേ, നമുക്ക് ഉണ്ടാക്കി തരാനിട്ടല്ലായിരുന്നു. ഉണ്ടാക്കി എന്തേലും അത് സാരില്ല, നാരങ്ങ പിഴിയുമ്പോൾ വേദനയൊക്കെ ഉണ്ടാവും. ചീനിയുടെ അനക്ക് തന്നൊരു ശിക്ഷ അതിന്. ഇതിപ്പോ ഞാൻ കുടിക്കും വേണ്ടേ? ഇജ്ജ് കയ്യിട്ടതാണ്. ആ കുഴപ്പമുണ്ട്, കയ്യിട്ടെടുക്കും വേണ്ട. അന്ന് വെള്ളം മാറ്റാം. മട കഴുകയ്യ പീഞ്ഞ അതാ ഞാൻ പറഞ്ഞത്. ഉമ്മ കാണിച്ചുതരാം എങ്ങനെ പിയ്യച്ചിട്ടാ, ഞാൻ കാണിച്ചുതരാം. എന്താ ഇങ്ങനെ പിടിക്ക. ഓക്കെ, ഇത്ര മതി, ജ്യൂസ് അത്ര മതി, അത്ര മതി. ഇനി പഞ്ചസാര ഇട്ടു, കൊച്ചെ പഞ്ചസാര ഇടൂ കേട്ടോ. അയ്യോ പഞ്ചസാര ഇട്ടൂട്. കൂടുതൽ ഞാൻ ഇടല്ലേ പറഞ്ഞത്. വെള്ളത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ ഇടാൻ പറ്റൂലേ. ഒലക്ക ഇളകിയിട്ട് കൂടി ഉണ്ടാവില്ല. ബാങ്ക് കൊടുക്കുമ്പത്തിന് വേണം കേട്ടോ. കിട്ടൂലേ? നോമ്പുള്ള ഞാനോ? നോമ്പുള്ള ഞാനോ എങ്ങനെ ഉണ്ട് നോക്ക്. പഞ്ചസാര കൂട്ടി നോക്കുക, അപ്പം നല്ല രസം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇളക്കാം. അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കോടി അപ്പം ഇളകിയിട്ടുണ്ടാവും. ഇപ്പം മധുരം നോക്കി കുടിക്കാണ്ടാവില്ലേ? അടിപൊളിയാ. എന്നാ കഴുക് മതി, അത്ര മതി. മുണ്ടിലല്ല തുടക്കേ. ഞാൻ പറഞ്ഞത് ഇളകിക്കണ്. ഇത് പച്ചവെള്ളല്ലേ, തണുത്തല്ലല്ലോ, അപ്പൊ ഇളകിക്കണു. അനക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം കുടിച്ചതിന് ഇനി മതി ഇളക്കിയത്. ഇത് കുടിക്കാൻ പറ്റുമോ? പൂരി, പൂളക്കിഴങ്ങ്, കട്ടൻ ചായ, നാരങ്ങ. ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കട്ടോ. അപ്പം സാധാരണ ഞാൻ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഞാൻ നീച്ച് പോകലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.